Hello friends, today we can discuss cardiovascular system, some important questions discussion. വീഡിയോ അവസാനം വരെ കാണുക. ചാനലിൽ പുതിയ ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. First question, which of the following arteries is the primary source of blood for the anterior wall of the heart? Internal mammary artery, left anterior descending artery, right coronary artery, circumflex artery. Anterior wall of the heart like supply ചെയ്യുന്ന artery ഏതാണ് ചോദിച്ചിരിക്കുന്നത്. Correct answer is left anterior descending artery. So left anterior descending artery supply blood for the anterior wall of the heart. അപ്പോൾ anterior wall എന്ന് പറയുമ്പോൾ ഹാർട്ടിന്റെ ഫ്രണ്ട് സൈഡ് ആണ്. സോ ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫ്രണ്ട് സൈഡിൽ സപ്ലൈ ചെയ്യുന്നതാണ് ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി. അതുപോലെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കും ബ്ലഡ് സപ്ലൈ ചെയ്യുന്നതാണ് ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി. The right coronary artery supplies blood to the right ventricle and then supplies the underside, that is inferior wall and back side, posterior wall of the left ventricle. അപ്പോൾ റൈറ്റ് കോറോണറി ആർട്ടറി ഇവിടെ നിങ്ങൾക്ക് അറിയാം സപ്ലൈസ് ബ്ലഡ് ടു ദ റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് റൈറ്റ് കോറോണറി ആർട്ടറി ആണ്. ഓർക്കാൻ എളുപ്പമുണ്ട്. റൈറ്റ് വെൻട്രിക്കിൾ റൈറ്റ് കോറോണറി ആർട്ടറി. ദെൻ റൈറ്റ് കോറോണറി ആർട്ടറി സപ്ലൈസ് ബ്ലഡ് ടു ദ അണ്ടർ സൈഡ്, ഹാർട്ടിന്റെ അണ്ടർ സൈഡ്, ദാറ്റ് ഈസ് ഇൻഫീരിയർ വാൾ ഓഫ് ദ ഹാർട്ട് ആൻഡ് ബാക്ക് സൈഡ് പോസ്റ്റീരിയർ വാൾ ഓഫ് ദ ഹാർട്ട്. പോസ്റ്റീരിയർ വാളും ഇൻഫീരിയർ വാളിലേക്കും അണ്ടർ സൈഡിലേക്കും ബാക്ക് സൈഡിലേക്കും സപ്ലൈ ചെയ്യുന്ന ആർട്ടറിയാണ് റൈറ്റ് കോറോണറി ആർട്ടറി. അതാണ് അതിന്റെ വ്യത്യാസം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ പൾസേറ്റിംഗ് അബ്ഡോമിനൽ മാസ് യൂഷ്വലി ഇൻഡിക്കേറ്റ്സ് വിച്ച് ഓഫ് ദ ഫോളോവിംഗ് കണ്ടീഷൻസ്? ഗ്യാസ്ട്രിക് ഡിസ്റ്റൻഷൻ, enlarged spleen, abdominal aortic aneurysm, gastritis. Correct answer is abdominal aortic aneurysm. അപ്പോൾ പൾസേറ്റിംഗ് അബ്ഡോമിനൽ മാസ് ആണ് അബ്ഡോമിനൽ അയോട്ടിക് അന്യൂറിസം. അബ്ഡോമിനൽ അയോട്ടിക് അന്യൂറിസിനെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കോസസ് ഓഫ് അബ്ഡോമിനൽ അയോട്ടിക് അന്യൂറിസം, ദാറ്റ് ഈസ് ഹാർഡനിങ് ഓഫ് ദ ആർട്ടറീസ് കോൾഡ് ആർട്ടീരിയോസ്ക്ലീറോസിസ്. ആർട്ടറീസ് ഹാർഡ് ആകുമ്പോഴാണ് അബ്ഡോമിനൽ അയോട്ടിക് അന്യൂറിസം ഉണ്ടാകുന്നത്. മെജോറിറ്റി ഓഫ് അയോട്ടിക് അന്യൂറിസംസ് ആർ കോസ്ഡ് ബൈ ആർട്ടീരിയോസ്ക്ലീറോസിസ്. ആർട്ടറീസ് ഹാർഡ് ആവുന്നതുകൊണ്ടാണ് മെജോറിറ്റി ഓഫ് അയോട്ടിക് അന്യൂറിസം ഉണ്ടാകുന്നത്. സിംറ്റംസ്, സഡൻ പെയിൻ ഇൻ യുവർ അബ്ഡോമൻ ഓർ ബാക്ക്. പെട്ടെന്ന് ഒരു വയറിന് വേദന, ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതൊരു സിംറ്റംസ് ആണ്. പെയിൻ സ്പ്രെഡിങ് ഫ്രം യുവർ അബ്ഡോമൻ ഓർ ബാക്ക് ടു യുവർ പെൽവിസ്, ലെഗ്സ് ഓർ ബട്ടക്സ്. പെയിന് സ്പ്രെഡ് ചെയ്യുന്ന പെയിനാണ് ടു യുവർ pelvis, legs or buttocks. Aneurysm can occur along the entire length of the aorta, with the infrarenal location being the most common. അപ്പോൾ അന്യൂറിസം അയോട്ടയിൽ ഏത് ഭാഗത്തുണ്ടെങ്കിലും ഇൻഫ്രാറീനൽ ലൊക്കേഷൻ ആണ് മോസ്റ്റ് കോമൺ. ഇൻഫ്രാറീനൽ ലൊക്കേഷൻ ആണ് മോസ്റ്റ് കോമൺ അബ്ഡോമിനൽ അയോട്ടിക് അന്യൂറിസം. ഇതാണ് ഇൻഫ്രാറീനൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കിഡ്നിയുടെ തൊട്ട് താഴെയായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. കിഡ്നിയുടെ തൊട്ട് താഴെ ആയിട്ടുള്ള ഭാഗമാണ് ഇൻഫ്രാറീനൽ. സോ ഇൻഫ്രാറീനൽ പാർട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ ലൊക്കേഷൻ. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിസ്റ്റർ ഹമീദ് ഈസ് ഷെഡ്യൂൾഡ് ഫോർ എ കാർഡിയക് കത്തീറ്ററൈസേഷൻ യൂസിംഗ് എ റേഡിയോ ഒപാക് ഡൈ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് അസസ്മെന്റ് ഈസ് മോസ്റ്റ് ക്രിട്ടിക്കൽ ബിഫോർ ദ പ്രൊസീജിയർ? ഹൈപ്പർടെൻസീവ് ഹിസ്റ്ററി, ബേസ്ലൈൻ പെരിഫറൽ പൾസ് റേറ്റ്സ്, sleeping habits, allergy to iodine or shellfish. Correct answer is allergy to iodine or shellfish. പ്രധാനമായിട്ടും ചോദിച്ചിരിക്കേണ്ട എന്തെങ്കിലും അലർജി ഉണ്ടോ, അയഡിൻ ഓർ ഷെൽഫിഷുമായിട്ട് എന്തെങ്കിലും അലർജി ഉണ്ടോ, ബിക്കോസ് ദ ഡൈ കണ്ടെയ്ൻ അയഡിൻ. സോ കാർഡിയക് കത്തീറ്ററൈസേഷൻ നമ്മൾ യൂഷ്വലി ഫിമോറൽ ഓർ റേഡിയൽ അപ്രോച്ചിലൂടെ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ടു ഡയഗ്നോസ് കൊറോണറി ആർട്ടറി ഡിസീസ് ഓർ വെൻട്രിക്കുലർ ഡിഫക്ട്സ് ഓർ വാൽവുലാർ ഡിഫക്ട്സ്. നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയാണ് കാർഡിയക് കത്തീറ്ററൈസേഷൻ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് എ ഡൈ ഈസ് ഇൻജെക്റ്റഡ് ത്രൂ ദ കത്തീറ്റർ ക്രിയേറ്റിംഗ് എ ലൈവ് മോഷൻ എക്സ്റേ ഇമേജ് ഓഫ് ദ ഹാർട്ട്സ് ബ്ലഡ് വെസൽ. ഡൈ ഇൻജെക്ട് ചെയ്യുന്നത് അതിന്റെ ഒരു എക്സ്റേ ഇമേജ് കിട്ടാൻ വേണ്ടിയാണ്. പീപ്പിൾ ഹു ആർ അലർജിക് ടു അയഡിൻ ഓർ ഷെൽഫിഷ് ഓർ പീപ്പിൾ വിത്ത് ഡയബറ്റിസ് ഓർ കിഡ്നി പ്രോബ്ലംസ് മേ ഹാവ് ആൻ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ആൻ അലർജിക് റിയാക്ഷൻ ടു ദ അയഡിൻ ഇൻ ദ കോൺട്രാസ്റ്റ് ഡൈ. അപ്പം
എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡയബറ്റീസ് ഓർ കിഡ്നി പ്രോബ്ലംസ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ദർ ഈസ് ആൻ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് അലർജിക് റിയാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following condition is accompanied by distant muffled hard sounds and prominent neck vessels? Cardiogenic shock, cardiac tamponade, pulmonary embolism, dissecting thoracic aortic aneurysm. Correct answer is cardiac tamponade. So cardiac tamponade accompanied by distant muffled hard sounds and prominent neck vessels. Cardiac tamponade, also known as pericardial tamponade, is a medical emergency. Other name is pericardial tamponade. Fluids, pus or gas accumulates in pericardium. Pericardium നമുക്കറിയാം ഹാർട്ടിന്റെ ഔട്ടർ ലെയർ ആണ്. ആ ലെയറിൽ ഫ്ലൂയിഡോ പസ്സോ ഗ്യാസോ ഒക്കെ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷനാണ് പെരിക്കാർഡിയൽ ടാമ്പോണൈഡ് ഓർ കാർഡിയക് ടാമ്പോണൈഡ്. കോസസ് കംപ്രഷൻ ഓഫ് ഹാർട്ട്. The classic signs in cardiac tamponade are included in Beck's triad of hypotension, jugular venous distension and muffled heart sounds. അപ്പം ബെക്സ് ട്രയാഡ് എന്നുള്ളത് കാർഡിയാക് ടാമ്പോണൈഡിൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്, അല്ലെങ്കിൽ പെരിക്കാർഡിയൽ ടാമ്പോണൈഡിൽ ഉണ്ടാകുന്ന കണ്ടീഷനാണ് ബെക്സ് ട്രയാഡ് ഓഫ്. ബെക്സ് ട്രയാഡ് എന്ന് പറയുമ്പോൾ ഒരു 3 കണ്ടീഷൻ വരുന്നതാണ്: ഹൈപ്പോടെൻഷൻ, ജുഗുലർ വീനസ് ഡിസ്റ്റൻഷൻ ആൻഡ് മഫിൾഡ് ഹാർട്ട് സൗണ്ട്. ഹൈപ്പോടെൻഷൻ, ജുഗുലർ വീനസ് ഡിസ്റ്റൻഷൻ ആൻഡ് മഫിൾഡ് ഹാർട്ട് സൗണ്ട്. അത് 3ഉം ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് കോമൺ കോസ് ഓഫ് ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ഈസ് ഹൈപ്പർടെൻഷൻ, കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്, septal defect, coronary artery disease. Correct answer is coronary artery disease. Most common cause of left sided heart failure എന്നാണ് coronary artery disease ആണ്. Hypertension also cause left sided heart failure, severe hypertension without treatment, but most common means coronary artery disease. Left sided heart failure സാധാരണ ഉണ്ടാകുന്നതാണ് paroxysmal nocturnal dyspnea. അപ്പൊ പൾമണറി എഡിമ ഉണ്ടാകുന്നു. ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയറിൽ പൾമണറി എഡിമ ഉണ്ടാകുകയും പരോക്സിസ്മൽ നോക്ചൂണൽ ഡിസ്നിയ ഉണ്ടാകുന്ന ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ ആണ്. റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയറിൽ ജുഗുലർ വീനസ് ഡിസ്റ്റൻഷൻ, ഡിപെൻഡന്റ് എഡിമ, അസൈറ്റിസ് ഒക്കെ ഉണ്ടാകുന്നു. ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയറിലാണെങ്കിൽ പരോക്സിസ്മൽ നോക്ചൂണൽ ഡിസ്നിയ, പൾമണറി എഡിമ ഒക്കെ ഉണ്ടാകുന്ന ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയറിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഷ്യന്റ് ഈസ് റിസീവിംഗ് ഇൻട്രാവീനസ് ഹെപ്പാരിൻ. The staff nurse ensures the availability in which of the following medication? Acetylcysteine, atropine, protamine sulfate, calcium gluconate. ഇൻട്രാവീനസ് ഹെപ്പാരിൻ ലഭിക്കുന്ന ഒരു പേഷ്യന്റ് ഉണ്ട്. അപ്പൊ സ്റ്റാഫ് നേഴ്സ് എന്ത് ഉറപ്പാക്കണം, എന്തിന്റെ ലഭ്യത ഉറപ്പാക്കണം, എന്ത് മെഡിക്കേഷന്റെ ലഭ്യത ഉറപ്പാക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഈസ് protamine sulfate. Protamine sulfate is the antidote of heparin. ഹെപ്പാരിൻ ഓവർഡോസ് വരുമ്പോൾ നമ്മൾ ബ്ലഡ് ലീക്കേജ് ഉണ്ടാവും. നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് ഒക്കെ നമ്മുടെ എവിടെയെങ്കിലും സൈറ്റിലൊക്കെ മുറിവുണ്ടെങ്കിൽ അതിലൂടെയൊക്കെ ബ്ലഡ് ലീക്ക് ആകാൻ തുടങ്ങും. സോ പ്രൊട്ടാമിൻ സൾഫേറ്റ് നമ്മൾ കയ്യിലെടുത്ത് വെച്ചിരിക്കണം. പ്രൊട്ടാമിൻ സൾഫേറ്റ് ഈസ് ദ ആന്റിഡോട്ട് ഓഫ് ഹെപ്പാരിൻ. ദെൻ അസിറ്റാമിനോഫിൻ ഓവർഡോസ് ഓർ പാരസിറ്റാമോൾ ഓവർഡോസ് ഉണ്ടെങ്കിൽ അതിന്റെ ആന്റിഡോട്ട് ആണ് അസറ്റൈൽ സിസ്റ്റീൻ. പാരാസിറ്റാമോൾ അല്ല, അസറ്റാമിനോഫൻ ഓവർഡോസ് ഉണ്ടാകുമ്പോൾ അസറ്റൈൽ സിസ്റ്റീൻ. അസറ്റാമിനോഫൻ ആന്റിഡോട്ട് ഈസ് അസറ്റൈൽ സിസ്റ്റീൻ. ദെൻ OP പോയ്സണിങ്, ഓർഗനോ ഫോസ്ഫേറ്റ് പോയ്സണിങ്. ഇപ്പൊ നമുക്കറിയാം ഇൻസെക്ടിസൈഡ്സ്, ഇപ്പൊ എന്തെങ്കിലും ഒരു കീടനാശിനി കഴിച്ചു വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് കുറെ ടാബ്ലറ്റ്സ് എടുത്ത് കഴിച്ചു വരിക, അങ്ങനെയുള്ള OP പോയ്സണിങ് കേസിൽ, ഓർഗനോ ഫോസ്ഫേറ്റ് പോയ്സണിങ് കേസിൽ അട്രോപ്പിനാണ് ആന്റിഡോട്ട്. അപ്പം ഓർഗനോ ഫോസ്ഫേറ്റ് പോയ്സണിങ്ങിന്റെ ആന്റിഡോട്ട് ആണ് അട്രോപ്പിൻ. മെഗ്നീഷ്യം സൾഫേറ്റിന്റെ ആന്റിഡോട്ട് ആണ് കാൽസ്യം ഗ്ലൂക്കോണേറ്റ്. മെഗ്നീഷ്യം സൾഫേറ്റിന്റെ ആന്റിഡോട്ട് ആണ് കാൽസ്യം ഗ്ലൂക്കോണേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, disorder of the blood vessels, usually fingers and toes, is foreign accent syndrome, Alice in Wonderland syndrome, Raynaud's disease, Down syndrome. Correct answer is Raynaud's disease. But Raynaud's disease എന്ന് പറയുമ്പോൾ it usually affects blood vessels in fingers and toes. Especially ഒരു extreme cold സിറ്റുവേഷനിൽ നിങ്ങൾ കുറെ എക്സ്പോഷർ ആകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് കണ്ടീഷൻ വരികയാണെങ്കിൽ
റൈനോഡ്സ് ഡിസീസ് വരുന്നു. സാധാരണ ഇറ്റ് വിൽ അഫക്ട് യൂഷ്വലി ബ്ലഡ് വെസൽസ് ഇൻ ഫിംഗേഴ്സ് ആൻഡ് ടോസ്. ഇനി നമുക്ക് ഫോറിൻ ആക്സെന്റ് സിൻഡ്രം എന്താണെന്നും ആലീസ് വണ്ടർലാൻഡ് സിൻഡ്രം എന്താണെന്നും നോക്കാം. ഡൗൺ സിൻഡ്രം നിങ്ങൾക്ക് അറിയാം, ട്രൈസോമി 21. സോ ഫോറിൻ ആക്സെന്റ് സിൻഡ്രം that is a syndrome happens when you suddenly start to speak with a different accent. Is most common after a head injury, stroke or some other type of damage to the brain. ഇതൊരു വളരെ റെയർ ആയിട്ടുള്ള ഡിസീസ് ആണ് ഫോറിൻ ആക്സെന്റ് സിൻഡ്രം. എന്തെങ്കിലും ഒരു ഇഞ്ചുറി, ഹെഡ് ഇഞ്ചുറിയോ സ്ട്രോക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ ഒരു പേഷ്യന്റ് ഡിഫറെന്റ് ആക്സെന്റ് സംസാരിക്കുന്നു. സോ ദാറ്റ് ഈസ് ഫോറിൻ ആക്സെന്റ് സിൻഡ്രം ഡ്യൂ ടു ബ്രെയിൻ ഇഞ്ചുറി ആണ്. ദെൻ ആലീസ് ഇൻ വണ്ടർലാൻഡ് സിൻഡ്രം എന്ന് പറയുമ്പോൾ ലില്ലിപുട്ടിയൻ ഹാലുസിനേഷൻ നമ്മൾ നേരത്തെ ഒരു വീഡിയോ പഠിച്ചതാണ്. അതിന്റെ രണ്ടിന്റെയും ആൻസർ ഇത് തന്നെയാണ്, ആലീസ് ഇൻ വണ്ടർലാൻഡ് സിൻഡ്രം ഓർ ലില്ലിപുട്ടിയൻ ഹാലുസിനേഷൻ. is a rare neurological disorder characterized by distortions of visual perception, the body image and the experience of time. People may see things smaller than they are. അതായത് ഒരു വിഷ്വൽ പെർസെപ്ഷൻ ചേഞ്ച് ആവുന്നു, ബോഡി ഇമേജ് ചേഞ്ച് ആവുന്നു. നമ്മൾ കാണുന്ന പേഷ്യന്റ് കാണുന്ന ആളുകൾ അല്ലെങ്കിൽ വസ്തുക്കളൊക്കെ ചെറുതായിട്ട് തോന്നും. ലില്ലിപുട്ടിയൻ ഹാലുസിനേഷൻ അതുപോലെ തന്നെയാണ് കാണുന്നത്. അപ്പൊ ഒരു ആനയെ കാണുകയാണ്, ആനയെ ഒരു ഉറുമ്പിന്റെ അത്രയും വളരെ ചെറുതായിട്ട് കാണുന്നത്. ദാറ്റ് ഈസ് ആലീസ് ഇൻ വണ്ടർലാൻഡ് സിൻഡ്രം. കാണുന്ന വസ്തുക്കളെയോ മനുഷ്യരെയോ ജീവികളെയോ എല്ലാം അതിന്റെ വലിപ്പത്തിൽ നിന്ന് ചെറുതായിട്ട് തോന്നുന്നതാണ് ആലീസ് ഇൻ വണ്ടർലാൻഡ് സിൻഡ്രം. സോ ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ബോത്ത് ദീസ് സിൻഡ്രംസ്. Then water hammer pulse is a feature of aortic stenosis, aortic regurgitation, mitral regurgitation, aortic aneurysm. Correct answer is aortic regurgitation. But water hammer pulse ഏതിലാണ് കാണുന്നത്? അയോട്ടിക് റിഗർജിറ്റേഷൻ ആണ്. വാട്ടർ ഹാമർ പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗണ്ടിങ് ഫോഴ്സ്ഫുൾ പൾസ് ആണ്, വളരെ വേഗതയിൽ ഉണ്ടാകുന്ന ഒരു പൾസ് ആണ് വാട്ടർ ഹാമർ പൾസ്. അയോട്ടിക് റിഗർജിറ്റേഷൻ നമുക്കറിയാം, അയോട്ടിക് ഇൻസഫിഷ്യൻസി ആണ്, ബ്ലഡ് അയോട്ടയിലൂടെ പാസ് ചെയ്യില്ല. അപ്പൊ റിവേഴ്സ് ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്നു, റിവേഴ്സ് ഫ്ലോ ഉണ്ടാകുന്നു, റിവേഴ്സ് ആയിട്ട് തിരിച്ച് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ തന്നെ വരുന്നു. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ സർജറി ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അയോട്ടിക് റിഗർജിറ്റേഷൻ. Next question. Nurse Tina teaches a client with heart failure to take oral furosemide in the morning. The reason for this to prevent sleep disturbance at night, excrete fluids accumulated at night, retard rapid drug absorption, prevention of electrolyte imbalance. Correct answer is prevents sleep disturbance at night. ഫുറോസ്മൈഡ് എന്ന് പറയുമ്പോൾ ലാസിക്സ് തന്നെയാണ്. ദാറ്റ് ഈസ് എ ലൂപ്പ് ഡയൂററ്റിക് ആണ്. ഇറ്റ് വിൽ എക്സ്ക്രീറ്റ് സോഡിയം ആൻഡ് വാട്ടർ ഫ്രം അവർ ബോഡി. സോ ഇറ്റ് വിൽ യൂഷ്വലി ഗീവ് ഇൻ മോർണിംഗ്. എസ്പെഷ്യലി ഇറ്റ് വിൽ അവോയ്ഡ് ഇറ്റ് അറ്റ് ദ നൈറ്റ് ടൈം ബിഫോർ ബെഡ്. രാത്രി നമ്മൾ കിടക്കാൻ നേരത്തിന് മുമ്പായിട്ട് ലാസിക്സ് കൊടുക്കാറില്ല, ബിക്കോസ് ഡിസ്റ്റർബൻസ് സ്ലീപ്പ് അറ്റ് നൈറ്റ്. സോ നേഴ്സ് ടീന നമ്മൾ രാവിലെയാണ് ഫുറോസ്മൈഡ് കൊടുക്കുന്നത്. ദ റീസൺ ഫോർ ദിസ് ടു പ്രിവെന്റ് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് അറ്റ് നൈറ്റ്. അപ്പൊ കൂടെ പേഷ്യന്റിന് യൂറിൻ പാസ് ചെയ്യാൻ പോകേണ്ടി വരും, അത് ഒഴിവാക്കാനാണ് രാവിലെ കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് കണ്ടീഷൻ ഈസ് മോസ്റ്റ് കോമൺലി റെസ്പോൺസിബിൾ ഫോർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ? അന്യൂറിസം, കൊറോണറി ആർട്ടറി ഒക്ലൂഷൻ, റിനൽ ഫെയിലിയർ, ഹാർട്ട് ഫെയിലിയർ. അപ്പൊ ഏത് കണ്ടീഷനാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉണ്ടാക്കാനുള്ള കാരണമാകുന്നത് എന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഈസ് കൊറോണറി ആർട്ടറി ഒക്ലൂഷൻ. കൊറോണറി ആർട്ടറി ഒക്ലൂഷൻ എന്ന് പറയുമ്പോൾ കൊറോണറി ആർട്ടറി ഡിസീസ് തന്നെയാണ്. പ്ലേഗ് സബ്സ്റ്റൻസ് കൊറോണറി ആർട്ടറിയിൽ അടിഞ്ഞുകൂടി ആ ബ്ലഡ് ഫ്ലോ ഒബ്സ്ട്രക്ട് ചെയ്യുകയാണ്. അപ്പൊ ഹാർട്ട് മസിൽ ഡാമേജ് ഉണ്ടാവുകയാണ്. സോ ഇമ്മീഡിയറ്റ് ഒക്ലൂഷൻ ഉണ്ടാകുമ്പോൾ മയോകാർഡിയൽ ഡാമേജ് ഉണ്ടാകും, മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. സോ മോസ്റ്റ് കോമൺ കണ്ടീഷൻ കൊറോണറി ആർട്ടറി ഒക്ലൂഷൻ തന്നെയാണ്. അന്യൂറിസം വിൽ നോട്ട് കോസ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. അന്യൂറിസം നമുക്കറിയാം, പൾസേറ്റിംഗ് അബ്ഡോമിനൽ മാസ് എന്നൊക്കെ പഠിച്ചല്ലോ നേരത്തെ. റിനൽ ഫെയിലിയർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉണ്ടാക്കുമെങ്കിലും അത് കുറച്ച് സമയമായി സെക്കൻഡറി ആയിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്, കുറെ ടൈം എടുത്തിട്ടാണ്. ഹാർട്ട് ഫെയിലിയർ സാധാരണ ഉണ്ടാകുന്ന മയോകാർഡിയൽ ഇൻഫാക്ഷൻ വന്നതിന് ശേഷം കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകുന്നത്.
മയോകാർഡിയൽ ഇൻഫാക്ഷൻ വന്നിട്ട് അതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടാണ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകുന്നത്. ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിസൾട്ട്സ് ഇൻ ദ പ്രൈമറി ട്രീറ്റ്മെന്റ് ഗോൾ ഫോർ ആൻജൈന? റിവേഴ്സൽ ഓഫ് ഇൻഫാക്ഷൻ, റിവേഴ്സൽ ഓഫ് ഇസ്ചീമിയ, റിഡക്ഷൻ ഓഫ് കോമോർബിഡിറ്റീസ്, ഇംപ്രൂവ് ന്യൂട്രീഷൻ. Correct answer is reversal of ischemia. So reversal of ischemia ആണ് primary treatment goal for angina. കാരണം ischemia എന്ന് പറയുമ്പോൾ റിഡക്ഷൻ ഓഫ് ബ്ലഡ് സപ്ലൈ എസ്പെഷ്യലി ഇൻ ദ കൊറോണറി ആർട്ടറീസ്. അപ്പം ആർട്ടറിക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നതാണ് ഇസ്ചീമിയ. അങ്ങനെയാണ് ആൻജൈനൽ പെയിൻ ഉണ്ടാകുന്നത്, ബ്ലഡ് സപ്ലൈ കുറയുന്നത് കൊണ്ട്. പക്ഷെ റിവേഴ്സൽ ഓഫ് ഇൻഫാക്ഷൻ എന്ന് പറയുമ്പോൾ സെൽ ഡെത്ത് ആണ്. ഇറ്റ് വിൽ നോട്ട് റിവേഴ്സ്. സോ ഇൻഫാക്ഷൻ യൂഷ്വലി മയോകാർഡിയൽ ഇൻഫാക്ഷൻ സംഭവിക്കുന്നത് സെൽ ഡെത്ത് ഉണ്ടാകുമ്പോൾ MIയിലാണ് ഉണ്ടാകുന്നത്. അപ്പം റിവേഴ്സൽ ഓഫ് ഇസ്ചീമിയ ആണ് പ്രൈമറി ട്രീറ്റ്മെന്റ് ഗോൾ ഫോർ ആൻജൈന. Next question, in hospital a client experienced chest pain while walking. Which intervention should be the first priority? Get the client back to bed, obtain an ECG, sit the client down, administer sublingual nitroglycerin. First priority is to sit the client down. First priority, sit the client down because cardiac വർക്ക് ലോഡ് പെട്ടെന്ന് കുറയ്ക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചെസ്റ്റ് പെയിൻ നടക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കാർഡിയാക് വർക്ക് ലോഡ് കുറയ്ക്കാൻ ക്ലൈന്റിനെ പെട്ടെന്ന് അവിടെ ഇരുത്തുകയാണ് വേണ്ടത്. അതിനുശേഷം നമുക്ക് സബ്ലിംഗ്വൽ നൈട്രോഗ്ലിസറിൻ കൊടുക്കാം. പിന്നെ അവിടെ വെച്ച് തന്നെ ECG എടുക്കാം. അതിനുശേഷം പേഷ്യന്റ് ഒന്ന് റിലാക്സ് ആയതിനു ശേഷമാണ് get the client back to bed. So that is the correct answer. Next question, a client admitted with newly diagnosed Hodgkin's disease. Which of the following would the nurse expect the client to report? Lymph node pain, weight gain, night sweats, headache. Correct answer is night sweats. Hodgkin's disease എന്ന് പറയുമ്പോൾ ലിംഫോമയാണ്, ഒരു ലിംഫറ്റിക് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ബ്ലഡ് ക്യാൻസർ ആണ്. സോ ഹോഡ്കിൻസ് ഡിസീസിൽ ഉണ്ടാകുന്ന സിംറ്റംസ് ആണ് നൈറ്റ് സ്വെറ്റ്സ്, അതുപോലെ എൻലാർജ്ഡ് ലിംഫ് നോഡ് വിതൗട്ട് പെയിൻ ആൻഡ് മലൈസ്, അനോറക്സിയ, നൈറ്റ് സ്വെറ്റ്സ് ഓൾസോ. സോ നൈറ്റ് സ്വെറ്റ്സ് ആണ് നേഴ്സ് എക്സ്പെക്ട് ദ ക്ലൈന്റ് ടു റിപ്പോർട്ട്സ്. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. നമ്മൾ ഹാർട്ടിന്റെ കാർഡിയോവാസ്കുലർ സിസ്റ്റം 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ചാനലിൽ ആരെങ്കിലും പുതിയ ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. താങ്ക് യു.